നമസ്കാരം, ഞാൻ ശ്രീലക്ഷ്മി. വാരാന്ത്യ കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇന്ത്യൻ ഗ്രാൻഡ് പ്രീ വനിതകളുടെ ലോങ് ജമ്പിൽ ആൻസി സോജന് സ്വർണം. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം കാർലോസ് അൽക്കാരസിന്. വാർത്തകൾ വിശദമായി. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ലോങ് ജമ്പ് പിറ്റിലേക്ക് ഇറങ്ങിയ ആൻസിക്ക് ഇന്ത്യൻ ഗ്രാൻഡ് പ്രീ അത്ലറ്റിക്സിൽ സ്വർണം. കോഴിക്കോട്ടുകാരി നയന ജെയിംസ് വെള്ളിയും നേടി. മീറ്റിൽ പുരുഷന്മാരിൽ കേരളത്തിന് റിൻസ് ജോസഫും കാർത്തിക് ഉണ്ണികൃഷ്ണനും സ്വർണം നേടി. ആൻസിക്കുൾപ്പെടെ മീറ്റിലെ വിജയികളിൽ ആർക്കും പാരീസ് ഒളിമ്പിക്സ് യോഗ്യതാ മാർക്ക് കണ്ടെത്താനായില്ല. വനിതകളുടെ ലോങ് ജമ്പിൽ മലയാളികൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ആൻസി സോജന് സ്വർണം. പരിക്കു കാരണം കുറച്ചുകാലമായി മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ആൻസി. ബുധനാഴ്ച ഇന്ത്യൻ ഗ്രാൻഡ് പ്രീ അത്ലറ്റിക്സിൽ 6.52 മീറ്റർ മറികടന്നാണ് ഒന്നാമതെത്തിയത്. സീസണിൽ ആദ്യ മത്സരത്തിനിറങ്ങിയ ആൻസി തുടർച്ചയായി 5 തവണ 6.30 മീറ്ററിനപ്പുറം ചാടിക്കയറി കയ്യടി നേടി. മറ്റൊരു മലയാളി താരം നയന ജെയിംസ് 6.48 മീറ്റർ ചാടി വെള്ളി നേടിയപ്പോൾ ആന്ധ്രയുടെ ഭവാനി യാദവ് ഭഗവത് 3ാം സ്ഥാനം നേടി. ആൻസിയും നയനയും തമ്മിലായിരുന്നു പ്രധാന മത്സരം. 5.62, 6.36, 6.51, 6.43, 6.33, 6.52 മീറ്റർ എന്നിങ്ങനെയായിരുന്നു ആൻസിയുടെ ചാട്ടം. ആദ്യ 2 ചാട്ടങ്ങൾ ഫൗളായ നയന അവസാന 3 ചാട്ടങ്ങളിൽ മത്സരം കടുപ്പിച്ചെങ്കിലും അവസാന ചാട്ടത്തിൽ ആൻസി തന്റെ മികച്ച ദൂരം കണ്ടെത്തി. പാരീസ് ഒളിമ്പിക്സിന്റെ യോഗ്യതാ മത്സരമായിരുന്നു ഗ്രാൻഡ് പ്രീ 3. എന്നാൽ ആർക്കും നേരിട്ട് യോഗ്യത ഉറപ്പിക്കാനായില്ല. പുരുഷ വിഭാഗം ട്രിപ്പിൾ ജമ്പിൽ 16.11 മീറ്റർ ചാടി മലയാളി കാർത്തിക് ഉണ്ണികൃഷ്ണൻ സ്വർണം നേടിയെങ്കിലും 17.22 മീറ്റർ എന്ന യോഗ്യതാ മാർക്കിൽ നിന്ന് ഏറെ അകലെയായിരുന്നു. 400 മീറ്റർ ഓട്ടത്തിൽ കോട്ടയം മുണ്ടക്കയം സ്വദേശി റിൻസ് ജോസഫ് കരിയറിലെ മികച്ച പ്രകടനത്തോടെ ഒന്നാമതെത്തിയതും ശ്രദ്ധേയമായി. റഫേൽ നദാലിന്റെ ആദ്യ റൗണ്ട് പുറത്താകലും നൊവാക് ജോക്കോവിച്ചിന്റെ പാതി വഴിയിലെ പിന്മാറ്റവും വഴി ശ്രദ്ധേയമായ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ പുരുഷന്മാരിൽ പുതിയ ചാമ്പ്യൻ. 4 മണിക്കൂറിലേറെ നീണ്ട മാരത്തോൺ പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ച് 3ാം സീഡ് സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് പുരുഷ സിംഗിൾസ് ജേതാവായി. സ്കോർ 6-3, 2-6, 5-7, 6-1, 6-2. അൽക്കാരസിന്റെ ആദ്യ ഫ്രഞ്ച് ഓപ്പൺ ട്രോഫിയും കരിയറിലെ 3ാം ഗ്രാൻഡ് സ്ലാം ട്രോഫിയുമാണിത്. ടെന്നീസിലെ ഗ്രാസ്, ഹാർഡ്, കളിമൺ 3 സർഫസുകളിലും ഗ്രാൻഡ് സ്ലാം നേടുന്ന പ്രായം കുറഞ്ഞ പുരുഷ താരമെന്ന റെക്കോർഡും 21കാരൻ അൽക്കാരസിന് സ്വന്തമായി. ഇതുവരെ കളിച്ച ഗ്രാൻഡ് സ്ലാം ഫൈനലുകളിലൊന്നും തോറ്റിട്ടില്ലെന്ന റെക്കോർഡും അൽക്കാരസ് നിലനിർത്തി. പുരുഷ ടെന്നീസിലെ 3-4 സീഡുകാർ ഏറ്റുമുട്ടിയ ഫൈനലിൽ റോളൻ ഗാരസിലെ ഗാലറിയിൽ ഭൂരിഭാഗവും അൽക്കാരസിനൊപ്പമായിരുന്നു. കാണികളുടെ പിന്തുണയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് പൊരുതിയ യുവതാരം 3 തവണ സ്വരേവിനെ ബ്രേക്ക് ചെയ്ത് 6-3 ആദ്യ സെറ്റ് സ്വന്തമാക്കി. എന്നാൽ അടുത്ത 2 സെറ്റിൽ കണ്ടത് ജർമ്മൻ താരത്തിന്റെ ഉജ്ജ്വല തിരിച്ചുവരവ്. 2ാം സെറ്റിൽ അൽക്കാരസിനെ സ്വരേവ് നിഷ്പ്രഭനാക്കി. 3-5 പിന്നിൽ നിന്ന ശേഷം തിരിച്ചടിച്ച് 3ാം സെറ്റ് ടൈ ബ്രേക്കറിലൂടെ നേടി. എതിരാളികളെ മോഹിപ്പിച്ച് തോൽപ്പിക്കുന്ന ജോക്കോവിച്ച് ശൈലിയാണ് തുടർന്ന് അൽക്കാരസ് പുറത്തെടുത്തത്. ആദ്യ 3 സെറ്റിൽ 2ഉം നേടിയതിന്റെ ആത്മവിശ്വാസത്തിൽ സ്വരേവ് പ്രതിരോധത്തിലേക്ക് വലിഞ്ഞപ്പോൾ അൽക്കാരസ് ആക്രമണം കടുപ്പിച്ചു. അൽക്കാരസിന്റെ ശക്തമായ ഫോർഹാൻഡ് ഷോട്ടുകളിൽ സ്വരേവിന്റെ റിട്ടേണുകൾ പാളി. അവസാന 15 പോയിന്റുകളിൽ 12ഉം നേടിയാണ് അൽക്കാരസ് കളിമൺ കോർട്ടിലെ തന്റെ ആദ്യ കിരീടം ഉറപ്പിച്ചത്. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ ഡബിൾസിൽ മത്സരിക്കുന്ന രോഹൻ ബൊപ്പണ്ണ ശ്രീറാം ബാലാജി സഖ്യത്തിന്റെ പരിശീലകനായി മലയാളി ബാലചന്ദ്രൻ മാണിക്യത്തെ നിയോഗിച്ചു. അഖിലേന്ത്യാ ടെന്നീസ് അസോസിയേഷനാണ് ഇക്കാര്യം അറിയിച്ചത്. എറണാകുളം മരട് സ്വദേശിയായ ബാലചന്ദ്രൻ ബൊപ്പണ്ണ അടക്കമുള്ള മുൻനിര താരങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സിൽ ബൊപ്പണ്ണ ശ്രീറാം സഖ്യമാണ് മത്സരിക്കുക എന്ന കാര്യവും അസോസിയേഷൻ സ്ഥിരീകരിച്ചു. സിംഗിൾസിൽ സുമിത് നാഗൽ ഇന്ത്യക്കായി മത്സരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് ജൂൺ 23 ഒളിമ്പിക് ഡേ റൺ നടത്തുകയാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ. മാനവീയം വീഥി മുതൽ സെൻട്രൽ സ്റ്റേഡിയം വരെയാണ് കൂട്ടയോട്ടം. തിരുവനന്തപുരത്ത് രാവിലെ 9:30 ഒളിമ്പിക് റൺ ആരംഭിക്കുന്നത്. ഒളിമ്പിക് റണ്ണിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒളിമ്പിക് അസോസിയേഷന്റെ വെബ്സൈറ്റായ kerala-olympic.org വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ ഡബിൾസ് കിരീടം അമേരിക്കയുടെ കൊക്കോ ഗഫ്, ചെക്ക് റിപ്പബ്ലിക്കിന്റെ കാതറീന സിനിയക്കോവ സഖ്യത്തിന്. ഫൈനലിൽ ഇറ്റലിയുടെ സാറ ഇറാനി, ജാസ്മിൻ പവോലിനി സഖ്യത്തെയാണ് ഗഫ് സഖ്യം വീഴ്ത്തിയത്. സിനിയക്കോവയുടെ 8ാം ഡബിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടമാണിത്. ഗഫിന്റെ കന്നി ഡബിൾസ് നേട്ടവും. 2 സെറ്റ് പോരാട്ടത്തിൽ ആദ്യ സെറ്റ് ടൈ ബ്രേക്കറിലാണ് നിർണയിക്കപ്പെട്ടത്.
രണ്ടാം സെറ്റിൽ ഗഫ് സിനിയക്കോവ സഖ്യം അനായാസം മുന്നേറി. സ്കോർ 7-6, 7-5, 6-3. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.